Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മളുടെ കേരള പി എസ് സിയിലെ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഏരിയ ആണ് ഇലൂമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും അതിൻ്റെ യൂണിറ്റുകളും. അതായത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സുകളുണ്ട്. അതായത് എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ് എന്നാണ്, ഇലുമിനൻസ് എന്താണ്, ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ എപ്പോഴും നമ്മളോട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് വളരെ കൺഫ്യൂഷൻ ആവും അല്ലേ, ഇലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈസി ആയി പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നിന്ന് വരാറുണ്ട്. അതായത് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്, ഇലുമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതിൽ എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലൂമൻ, ലെക്സ്, സ്റ്റെറീഡിയൻ, കാൻഡില. അപ്പോൾ ഏതായിരിക്കും വരിക? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? നമുക്ക് എങ്ങനെ നോട്ട് ചെയ്യാം? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിലയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് പഠിക്കാൻ നമുക്ക് ഒരു ട്രിക്ക് യൂസ് ചെയ്താലോ? ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ. അപ്പോൾ എൽ ഉണ്ട്, ഐ ഉണ്ട്, അതായത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. യൂണിറ്റ് എന്താ? കാൻഡില. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LIC. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. അപ്പോൾ LIC നമുക്ക് മൈൻഡിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ യൂണിറ്റ് കിട്ടും? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലൂമിനസ് ഫ്ലക്സ്, എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇലൂമിനൻസ് എന്താണ്, ലൂമിനൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്താലോ. അപ്പോൾ എന്താ ആദ്യത്തെ ടേം എന്താണ്? ലൂമിനസ് ഫ്ലക്സ്. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ? ലൂമൻ അല്ലേ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമൻ. ഇതെങ്ങനെ നമുക്ക് ഈസിയായി പഠിക്കാം? ട്രിക്ക് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ LFL എന്ത് ചെയ്യാം? നമുക്ക് LFL എന്ന് പറഞ്ഞ് പഠിക്കാം. LFL. അപ്പോൾ ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ? ലൂമൻ ആണെന്ന് അറിയാൻ പറ്റും അല്ലേ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമൻ. അപ്പോൾ LFL ലൂമൻ എന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഇതൊരു സോഴ്സ് ആണ് അല്ലേ. നോക്കിയേ, ഒരു കാൻഡിൽ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ലൈറ്റ് സോഴ്സ് ആണ്. ആ ലൈറ്റ് സോഴ്സ് എന്ന് എന്താണ്? കമ്മിൻ എത്ര ലൈറ്റ് നോക്കിയേ, ഇതൊക്കെ എന്താണ്? ലൂമിനസ് ഫ്ലക്സ് ആണ്. ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം എന്താണ്? അതിൽ നിന്ന് പുറത്ത് വരുന്ന എന്താണ്? ലൈറ്റ് സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിളായിട്ട് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദി സോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലോട്ടും. നോക്കിയേ, LFL എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്നില്ലേ, കാണുന്നില്ലേ? അതിനെയാണ് എന്ത് പറയുക? ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുക. യൂണിറ്റ് ലൂമൻ. മറന്നു പോകരുത്, കോഡ് എന്താണ്? LFL ആണ്. അടുത്തത് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് നോക്കിയേ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ കാണിക്കുന്നില്ലേ, ആ ഒരു നോക്കിയേ ഒരു ബ്ലൂ കളറിലെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് വന്ന് വീഴുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി യൂണിറ്റ് എന്താ? കാൻഡില. മറക്കരുത് കേട്ടോ. അതിന് നമ്മൾ പഠിച്ച കോഡ് ഏതാണ്? LIC ആണ്. LIC ആണ് ആ കോഡ് അല്ലേ. അടുത്തത് നോക്കൂ, ഇനി എന്താ വരുന്നത്? ഇലൂമിനൻസ്. അതായത് നമ്മളുടെ ഫ്ലോറിലൊക്കെ അല്ലേ തട്ടുന്നത്, നമ്മൾ ഫ്ലോറിൽ, അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്ന് നമ്മളുടെ എന്താണ്? ഫ്ലോറിൽ താഴെ സർഫസ് ഏരിയയിലൊക്കെ വന്ന് വീഴുന്ന ഭാഗം അല്ലേ. അപ്പോൾ എന്താണ്? ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെക്സ് ആണ്. എന്താണ്? ലെക്സ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലെക്സ്. നമ്മൾ ലെക്സ് സോപ്പിനെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെക്സ് ആണെന്ന് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറയുക, താഴെ നമ്മൾ ഫ്ലോർ സർഫസ് ഏരിയയിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലെക്സ് സോപ്പിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ലെക്സ് ആണെന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓർക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത്, മറക്കാതിരിക്കാൻ. ഓക്കെ. അടുത്തത് എന്താണ്? ലൂമിനൻസ് അല്ലേ. ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിലോട്ട് അല്ലേ വരുന്ന ആ ഇതിനെയാണ് എന്ത് പറയുന്നത്? ലൂമിനൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താ? കാൻഡിലാസ് പെർ മീറ്റർ സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LC, അതായത് LCM സ്ക്വയർ.
LCM² എന്നുള്ള ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ യൂണിറ്റ് പഠിക്കാം അല്ലേ, ഇലൂമിനൻസിൻ്റെ. അപ്പോൾ ഓരോന്നിൻ്റെയും നോക്കിയേ, ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് LFL എന്ന ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാം. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില എന്നതിന് LIC എന്ന് പറഞ്ഞിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ്, LCM² എന്ന് പറഞ്ഞിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈസി ആയില്ലേ ഓരോന്നിൻ്റെയും യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നും എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവലിംഗ് ഇൻ വൺ സ്പെസിഫിക് ഡയറക്ഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ലേ അത് വന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സ്ട്രൈക്കിംഗ് ഓർ കവറിംഗ് എ സർഫസ് ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബൗൺസിങ് ഓഫ് ദാറ്റ് സർഫസ് ആൻഡ് സീൻ ബൈ ദ ഐ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ KSEB വർക്കറിൻ്റെ ബാച്ച് നമ്മുടെ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലൈവ് സെക്ഷൻസും മോക്ക് ടെസ്റ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു ബാച്ചാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്